ഹലോ ഗായ്സ്, വെൽക്കം ടു പാർട്ട് 3. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോഴാണ് ഞങ്ങൾ ആ നഗ്ന സത്യം അറിയുന്നത്. ഞങ്ങളുടെ ട്രെയിൻ പോയി. പിന്നെ അടുത്ത ട്രെയിനുള്ളതോ രാത്രി 10:30-ക്കാണ്. അതുവരെ അവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ടുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വഴിനീള ബാഗിന് വേണ്ടി അടിയുണ്ടാക്കി ഞങ്ങൾ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. എന്നിട്ട് അവിടെ നിന്ന് ഒരു ബസ്സിൽ കയറി തൃശ്ശൂർക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ തൃശ്ശൂർ ഇറങ്ങിയപ്പോഴോ വീണ്ടും 5 മണിക്ക് എന്തേ ട്രെയിൻ ഉള്ളായിരുന്നു. അത് പോയി കഴിഞ്ഞ് പിന്നെ ഉള്ളതോ 6:45 വന്ദേ ഭാരതും. പിന്നെ അത് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു, എന്തായാലും ഇവിടെ വടക്കുന്നാഥൻ്റെ മണ്ണിലെത്തിയില്ലേ, നേരെ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് പോവാന്ന്. അങ്ങനെ അവിടുന്ന് ആ ചെറിയ ചാറ്റമഴയും നനഞ്ഞ് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് നടന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ അവിടെ എന്തോ ഒരു മേള പോലത്തെ സംഭവം നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് റോഡിലെ കാഴ്ചയൊക്കെ കണ്ട് നടന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഞങ്ങളെല്ലാവരും ആദ്യമായിട്ട് വടക്കുന്നാഥനെ കാണാൻ പോകുന്നതായതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ആ രംഗമൊക്കെ അല്ലേ നമുക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെ ഞങ്ങൾ 1-ാം രാഗം പാടിയൊക്കെ പാടി ഇങ്ങനെ പയ്യെ അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തി. അങ്ങനെ എന്റെ കുറെ നാളത്തെ ആഗ്രഹം ആദ്യത്തെ അനുഭവമാണ് ഇതൊക്കെ. അതെ താങ്കൾക്ക് എന്താ? ഓക്കെ, ലെറ്റ്സ് സീ. അങ്ങനെ പൂരം എവിടാ നടക്കുന്നതെന്നും പൂരം എവിടെ നടത്തണമെന്നും എന്നൊക്കെ ചൊല്ലി കുറേ തർക്കങ്ങളുമായിട്ട് ഞങ്ങൾ അമ്പലം കണ്ട് ഫുൾ തൊഴുതൊക്കെ ഇറങ്ങി. ബട്ട് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു വൈബ് ഞങ്ങൾക്ക് കിട്ടിയില്ല. മേ ബി ഞങ്ങൾ പോയത് രാത്രി ആയതുകൊണ്ടും നല്ല മഴയായതുകൊണ്ടും നല്ല ഇരുണ്ട അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ടും തോന്നിയതാവാം. അങ്ങനെ തൊഴുതിറങ്ങി രാത്രി 9:45 ഞങ്ങളുടെ ട്രെയിനിൽ കയറി ഇടിയും തള്ളും കൊണ്ട് വെളുപ്പിൽ 4 മണിയായപ്പോൾ ഞങ്ങൾ കൊല്ലത്തിറങ്ങി തിരിച്ച് വീട്ടിലേക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.